ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് അതിപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അത് ആദ്യത്തെ ഒന്ന്, ഈ വർഷത്തെ അവസാനത്തെ അഭിജിത്ത് മുഹൂർത്തമാണ് നാളെ ചൊവ്വാഴ്ച വരുന്നത്. മറ്റൊന്ന്, നാളത്തെ ദിവസം അങ്കാരക ചതുർത്ഥിയും കൂടിയിട്ടാണ്. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ചതുർത്ഥിയാണ് അങ്കാരക ചതുർത്ഥി എന്ന് പറയുന്നത്. അതായത് ചൊവ്വാഴ്ച ചതുർത്ഥി തിഥി വരുന്നതിനെയാണ് നമ്മൾ അങ്കാരക ചതുർത്ഥി എന്ന് പറയുന്നത്. അതിൽ തന്നെ കറുത്ത പക്ഷത്തിൽ വരുന്ന അങ്കാരക ചതുർത്ഥി വളരെയധികം ശ്രേഷ്ഠമാണ്. നാളത്തേത് വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥിയാണ്. അപ്പോൾ നാളെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിനു മുൻപ് പലപ്പോഴായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ് അഭിജിത്ത് നക്ഷത്ര സമയം. എന്താണ് അഭിജിത്ത് നക്ഷത്ര സമയമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം പവർഫുള്ളായിട്ടുള്ള 24 മിനിറ്റ് സമയം, അതായത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 12 മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 12 മിനിറ്റും ചേരുന്ന 24 മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊരു പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ വെച്ചാലും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും. ഇപ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. ഇത് ധനുമാസമാണ്. ധനുമാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തമായതുകൊണ്ട് തന്നെ ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം തീർച്ചയായും നമുക്ക് നല്ല ഫലം, അതായത് 100% ഫലം തന്നെ നൽകുന്നതുമായിരിക്കും. സോ ആരും തന്നെ ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നതെന്ന് നമുക്ക് നോക്കാം. നാളെ ഡിസംബർ 23 ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തമായ 5:21 മുതൽ 5:45 വരെയുള്ള 24 മിനിറ്റ് സമയമാണ് അഭിജിത്ത് നക്ഷത്ര സമയമായിട്ട് വരുന്നത്. എല്ലാവരും ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പീഠത്തിന് മുകളിലോ ഒരു ബ്രാസ് പ്ലേറ്റോ വാഴയിലയോ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കിഴക്ക് ഫേസ് ചെയ്ത് നെയ്യൊഴിച്ച് 2 ദീപങ്ങൾ കൊളുത്തണം. ആ ദീപങ്ങൾക്ക് ചുറ്റുമായിട്ട് നമുക്ക് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. അതിനുശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് അഭിജിത്ത് സ്തുതി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാദ്യം നമ്മൾ 3 പ്രാവശ്യം ചൊല്ലണം. അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥദീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേധിന ഭവതബലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഈ ഒരു മന്ത്രം നമ്മൾ 3 പ്രാവശ്യം ചൊല്ലും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രങ്ങൾ, അതിപ്പം ഷഷ്ടി കവചമാകാം, ലളിതാ സഹസ്രമാവാം, ദേവീ മഹാത്മ്യമാവാം, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, അങ്ങനെയുള്ള ഏതൊരു മന്ത്രം വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. അത് ജപിച്ച് അവിടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. ഇനി പീരിയഡ്സ് ആണ്, പുലയാണ്, വലായ്മയാണ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരൊന്നും ദീപം തെളിയിക്കേണ്ട, മറ്റ് നാമങ്ങളും ചൊല്ലേണ്ട. ആ 24 മിനിറ്റ് സമയം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അഭിജിത്ത് സ്തുതി ജപിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പം ആ സമയത്ത് ട്രാവലിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് ദീപം ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്തുതി ആ 24 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചാൻറ്റ് ചെയ്യുക. അത് ചെയ്താൽ മതിയാവും. ദീപം എത്ര നേരം തെളിഞ്ഞു നിൽക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര നേരം തെളിഞ്ഞു നിൽക്കുന്നു എന്നൊന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾക്കത് ആ ഒരു അഭിജിത്ത് നക്ഷത്ര മുഹൂർത്ത സമയം കഴിയുമ്പോൾ ആ ദീപം അണയ്ക്കാം. അങ്ങനെ അല്ലെങ്കിൽ അതിലൊഴിച്ചിരിക്കുന്ന നെയ്യ് തീരും വരെ അതിരുന്ന് കത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നാളത്തെ ദിവസത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്കാരക ചതുർത്ഥിയാണ്. ചൊവ്വാഴ്ചയും ചതുർത്ഥി തിഥിയും ഒന്നിച്ചു വന്നിരിക്കുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള നാളെ വൈകുന്നേരമാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം ചതുർത്ഥി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:12 കൂടിയിട്ടാണ്. അവസാനിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:11 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയും ചതുർത്ഥി തിഥിയും ഒന്നിച്ചു ചേരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 5:30 ശേഷം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വൈകിട്ട്
വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും 21 കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഓം ഗം ഗണപതയേ നമഃ എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും കറുക കിട്ടണമെന്നില്ല. ഇനി 21 കറുക ഇല്ലെങ്കിലും എത്ര കറുകപ്പുല്ല് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും സമർപ്പിച്ച് മന്ത്രം ചൊല്ലുക. കറുക കിട്ടാനില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെമ്പരത്തി പൂവോ ശംഖുപുഷ്പമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പുഷ്പം സമർപ്പിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന് മുൻപിൽ ആലിലയിൽ 3 ദീപങ്ങൾ കൊളുത്തണം. നെയ്യ് ദീപമായിരിക്കണം കൊളുത്തേണ്ടത്. നെയ്യ് തന്നെ ഒഴിക്കണം. ഇവിടെ നെയ്യ് ഒഴിച്ച് ഭഗവാന്റെ മുൻപിലായിട്ട് 3 ദീപങ്ങൾ തെളിയിക്കുക. 3 ദീപത്തിൻ്റെയും ജ്വാല ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം. അതിനുശേഷം നമ്മൾ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് ഒരു പടലപ്പഴമാണ്. അതായത് 1 2 പഴമൊന്നുമല്ല, ഒരു പടല. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ, പടലയായിട്ടല്ലേ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പടലപ്പഴം അത് വാങ്ങിച്ച് അത് ഭഗവാന് സമർപ്പിക്കണം. വേറെ ഒന്നും സമർപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതിനുശേഷം ആ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിന് മുൻപിലിരുന്നിട്ട് നിങ്ങൾ സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യം ജപിക്കണം. ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും ഓരോ 1 രൂപയുടെ നാണയങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ മറക്കരുത്. 1 രൂപ നാണയങ്ങൾ ഇല്ല എന്ന് പറയുന്നവർക്ക് 2 രൂപയോ 5 രൂപയോ എടുക്കാം. ഇല്ല എങ്കിൽ മാത്രം 1 രൂപയാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ 3 പ്രാവശ്യം അത് ചൊല്ലി 3 1 രൂപ നാണയങ്ങളും സമർപ്പിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഗായത്രി മന്ത്രമായ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോധന്തി പ്രചോദയാത് ഈ ഒരു മന്ത്രം നമ്മൾ 21 പ്രാവശ്യം ഭഗവാന്റെ മുൻപിൽ ജപിക്കണം. ജപിച്ചു തീർത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മാറിപ്പോവേണ്ട തടസ്സങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, എന്ത് കാര്യമാണെങ്കിലും അത് ഭഗവാനോട് ഒരു തവണ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഗണേശ ഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിൽ പാദമുണ്ടാവും. അതായത് ഭഗവാന്റെ കാല്. ആ കാലിൽ നമ്മുടെ വലത്തേ കൈ തൊട്ട് 2 കണ്ണിലും വെച്ച് ഭഗവാനെ നമസ്കരിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം ധൂപ ആരതി എടുക്കണം. അതായത് സാമ്പ്രാണി ദീപം കാണിക്കണം. ശേഷം നെയ്യ് ദീപം കാണിക്കണം. ശേഷം നമ്മൾ ഭഗവാൻ ആ പടലപ്പഴം നിവേദ്യമായിട്ട് സമർപ്പിക്കണം. അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുക്കണം. നാളത്തെ ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം, അതായത് വീടിനടുത്തുള്ള ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനൊരു തേങ്ങ സമർപ്പിക്കണം. അത് ഉടയ്ക്കുകയോ ഭഗവാന്റെ കോവിലിന് മുൻപിൽ സമർപ്പിക്കുകയോ ചെയ്താൽ മതിയാവും. ഒപ്പം 27 തവണ ആ ഒരു ഗണപതി വിഗ്രഹത്തിന് ചുറ്റും, അതായത് ശ്രീകോവിലാണെങ്കിലും ഉപദേവമാണെങ്കിലും അതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാനും കൂടി സാധിച്ചാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമായിരിക്കും. സാധിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യം കൂടിയിട്ട് നാളെ ചെയ്യണം. ഈ ഒരു ചൊവ്വാഴ്ച വരുന്ന ചതുർത്ഥി തിഥിയിൽ നമ്മൾ ഭഗവാനോട് എന്തൊരു കാര്യം ആവശ്യപ്പെട്ടാലും അത് ഭഗവാൻ നമുക്ക് പൂർണ്ണമായ മനസ്സോട് സാധിച്ചു തരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ നാളത്തെ ദിവസം എല്ലാവരും ഇത് ചെയ്യണം. മന്ത്രം ചൊല്ലിയ സമയത്ത് നമ്മൾ കൊടുത്ത ആ ഒരു നാണയങ്ങൾ അത് എല്ലാ ചതുർത്ഥിക്കും 3 പ്രാവശ്യം നമ്മൾ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലി ഭഗവാന് സമർപ്പിക്കുക. അത് നമ്മൾ മറ്റൊന്നിനെ ഉപയോഗിക്കരുത്. ഇപ്പോൾ നാളെ 3 നാണയങ്ങൾ ഭഗവാന് സമർപ്പിച്ചു. ആ നാണയങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അടുത്ത സങ്കടഹര ചതുർത്ഥി വരുമ്പോൾ ആ നാണയം സമർപ്പിക്കുക. വീണ്ടും അത് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതിയാവും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.